ആസൂത്രണ ബോർഡിലേക്ക് നടന്ന PSC പരീക്ഷയിലെ മൂല്യനിർണ്ണയ തട്ടിപ്പിൽ പ്രഖ്യാപിച്ച അന്വേഷണത്തിലും പാളിച്ച. ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അന്വേഷണ ചുമതല പരീക്ഷാ കൺട്രോളർക്കാണ്. വിഷയത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമോപദേശം തേടി. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, എന്തായാലും ഈ ഒരു പരീക്ഷാ മൂല്യനിർണ്ണയ തട്ടിപ്പിൽ പ്രഖ്യാപിച്ച അന്വേഷണത്തിലും വലിയൊരു പാളിച്ച സംഭവിച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്നൊക്കെയാണ് അറിയിച്ചിരുന്നത്, പക്ഷേ ചുമതല വരുന്നത് പരീക്ഷാ കൺട്രോളർക്കാണ്. എന്തായാലും വിഷയത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ നിയമോപദേശം തേടിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. PSC പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ തട്ടിപ്പ് ഉദ്യോഗാർത്ഥികൾ അവർക്ക് ഉത്തരക്കടലാസ് ലഭിച്ചപ്പോൾ കണ്ടെത്തുകയും അത് പിന്നീട് വലിയ രീതിയിൽ യോഗത്തിനും ചർച്ചകൾക്കും വഴിവെക്കുകയുമായിരുന്നു. അതായത് സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിലേക്കുള്ള 3 നിയമനങ്ങളിലേക്കാണ് ഈ പരീക്ഷ നടന്നത്. ഈ പരീക്ഷയിൽ ചില ചോദ്യങ്ങൾ പരിശോധിക്കാതെ, അതായത് ചില ചോദ്യങ്ങൾക്ക് മാർക്കിടാതെ പോവുകയായിരുന്നു. പല ഉദ്യോഗാർത്ഥികൾക്കും 10 ചോദ്യങ്ങൾക്ക് വരെ മാർക്കിടാതെ പോവുകയായിരുന്നു. എന്തായാലും ആ സംഭവത്തിൽ PSC അടിയന്തര യോഗം, അതായത് PSCയുടെ കമ്മീഷൻ അടിയന്തര യോഗം ചേരുകയും ആ യോഗത്തിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് വളരെ ഗുരുതരമാണെന്ന് കണ്ടെത്തി അതിലൊരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. PSCക്ക് ഉള്ളിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള ക്രമക്കേടുകളും അതുപോലെ തന്നെ പരീക്ഷ നടത്തിപ്പും അതുപോലെ തന്നെ മൂല്യനിർണ്ണയവും നിയമനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാം നടക്കുന്ന ക്രമക്കേടുകളും അഴിമതികളും എല്ലാം അന്വേഷിക്കുന്നതിനായുള്ള സംവിധാനമാണ് ഈ PSCയുടെ ആഭ്യന്തര വിജിലൻസ്, അവരുടെ തന്നെ ഇന്റേണൽ വിജിലൻസ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഭ്യന്തര വിജിലൻസ് ആണ് ഈ കേസ് അന്വേഷിക്കുക എന്നതായിരുന്നു PSC യോഗത്തിൽ നടത്തിയ തീരുമാനം. എന്നാൽ നിലവിൽ ഇപ്പോൾ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് പരീക്ഷാ കൺട്രോളർക്കാണ് എന്നുള്ളതാണ് പുതിയ വിവാദത്തിന് അടിത്തറ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ അന്വേഷണ ചുമതല പരീക്ഷാ കൺട്രോളർക്ക് നൽകിയതിൽ PSCക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ യോഗത്തിലെടുത്ത തീരുമാനം, അതായത് ഇത്ര വലിയ ഒരു ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. നിരവധി ഉദ്യോഗാർത്ഥികളുടെ, അതായത് വലിയ 3 റാങ്ക് പട്ടികകളുടെ നിയമനം തന്നെ റദ്ദാക്കുന്ന രീതിയിലേക്ക് വരെ പോകാവുന്ന ഗുരുതരമായ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. അത്തരമൊരു ക്രമക്കേടിന്റെ അന്വേഷണം അല്ലെങ്കിൽ അതിന്റെ അന്വേഷണ ചുമതല പരീക്ഷാ കൺട്രോളർക്ക് നൽകിയതിലാണ് ഇപ്പോൾ എതിർപ്പ് ഉയർന്നിരിക്കുന്നത്. നേരത്തെ PSC വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞത് വകുപ്പ് തല അന്വേഷണം ഉണ്ടാകും, മാത്രമല്ല ഉള്ളിൽ നിന്ന് തന്നെ ഒരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണം, അത് കുറ്റമറ്റ രീതിയിൽ ആഴത്തിൽ തന്നെ ഉണ്ടാകുമെന്നത് PSC വളരെ വ്യക്തമാക്കിയതായിരുന്നു. എന്നിട്ടും ഇപ്പോൾ ആ യോഗത്തിലെടുത്ത തീരുമാനം നടപ്പായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. PSCയിലെ ഉത്തരത്തിലെ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണത്തിലും സമാനമായ ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PSCയുടെ ചെയർമാൻ എതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം ഈ ക്രമക്കേട് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന പരീക്ഷ, അതായത് മൂല്യനിർണ്ണയത്തിൽ തട്ടിപ്പ് നടന്നു എന്നാരോപിക്കുന്ന ആ പരീക്ഷകളിൽ അഭിമുഖം നടത്തി നിയമനം നടത്തിയത് ഈ ചെയർമാൻ അടക്കമുള്ള ഒരു ബോർഡാണ് എന്നുള്ളതാണ്. 3 തസ്തികകളിൽ 2 തസ്തികകളിലേക്കാണ് ഈ ക്രമക്കേട് നടന്ന പരീക്ഷയിൽ നിന്ന് നിയമനം നടന്നിട്ടുണ്ടായിരുന്നത്. ആ 2 നിയമനങ്ങളിലും അഭിമുഖം അടക്കം നടത്തിയത് ചെയർമാൻ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ അവർക്കെതിരെ വരെ ഇത്തരത്തിൽ ക്രമക്കേടിൽ പങ്കുണ്ട് എന്നുള്ളൊരു ആരോപണം ഉയർന്നിരിക്കെയാണ് പരീക്ഷാ കൺട്രോളർ ഇപ്പോൾ ഈ ഒരു അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതിലിപ്പോൾ ഇനി സർക്കാരിൻ്റെ ഇടപെടലാണ് നമുക്ക് കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സർക്കാർ ഇടപെടും എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മന്ത്രിസഭയിലടക്കം ഉന്നതതല അന്വേഷണം വേണമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. അതിനുശേഷം തന്നെ നിയമസഭയ്ക്ക് ശേഷം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും ഈ PSC ക്രമക്കേട് അന്വേഷിക്കാൻ ഉന്നതതല കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് സർക്കാർ കടന്നേക്കും എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിവാദം കൂടി വന്നതോടെ, അതായത് ഈ അന്വേഷണത്തിലും ഇത്തരത്തിൽ ക്രമക്കേട് അന്വേഷണത്തിലും ഇത്തരത്തിലൊരു ശരിയല്ലാത്തൊരു നയം വന്നതോടെ സർക്കാർ ഈ ഒരു വിഷയത്തിൽ ആക്റ്റീവായി തന്നെ ഇടപെടാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് PSC എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അവർക്ക് തന്നെ ഈ അന്വേഷണത്തിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും അവരുടെ ഇന്റേണൽ സംവിധാനങ്ങളുണ്ട്, ആഭ്യന്തര സംവിധാനങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിയമപരമായി എന്തെല്ലാമാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക, സർക്കാരിൻ്റെ ഇടപെടലിന് എന്തെല്ലാം പരിമിതികളുണ്ടോ, സർക്കാരിനൊരു അന്വേഷണം നടത്താൻ സാധിക്കുമോ
മുതലായ കാര്യങ്ങളിലെല്ലാമാണ് വ്യക്തത വരുത്താനുള്ളത്. അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള അന്വേഷണമാണ് സാധ്യമാവുക, അതായത് സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ഇടപെടലിലൂടെ ഏതെല്ലാം തരത്തിലുള്ള നിയമപരമായ അന്വേഷണമാണ് സാധ്യമാവുക എന്ന കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് സർക്കാരിന് ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയുമോ, ഒരു ഉന്നത കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ അഡ്വക്കേറ്റ് ജനറലുമായി സർക്കാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ PSC അതിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് സർക്കാരിന് അതിനുള്ളിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ ചില പരിധികളുണ്ട്. അവരുടെ ആഭ്യന്തര സംവിധാനങ്ങളിലൂടെ മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നതിന് മുൻപ് കൃത്യമായ വിദഗ്ധോപദേശം അല്ലെങ്കിൽ നിയമോപദേശം തേടിയിരിക്കുന്നത്. ഈ നിയമോപദേശം തേടിയതിന് ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ സാധ്യതകൾ അത് തേടിക്കൊണ്ടായിരിക്കും ഇനി അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുകയുള്ളൂ. എന്തായാലും PSCയുടെ ഈ പരീക്ഷാ ക്രമക്കേട് എന്ന് പറയുന്നത് ആസൂത്രണ ബോർഡ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറിക്ക് തത്തുല്യമായ ഒരു പോസ്റ്റാണ്. സർക്കാരിന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകുന്ന അത്ര ഉന്നതമായിട്ടുള്ള ഒരു പദവിയിലേക്കുള്ള പരീക്ഷയാണ്. ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒപ്പം വരുന്ന ഒരു പദവിയിലേക്കുള്ള പരീക്ഷയാണ്. ആ പരീക്ഷയിലേക്കാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടന്നതായി ഉദ്യോഗാർത്ഥികൾ കണ്ടെത്തിയത്. അപ്പോഴാണ് ഈ ഒരു പരാതി ഉണ്ടാവുന്നതും അതിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതും. ഇപ്പോൾ ആ അന്വേഷണത്തിൽ തന്നെ ഇത്തരത്തിൽ വീണ്ടും പാളിച്ചകൾ വരികയാണ് എന്നുള്ളത് തീർച്ചയായും ഉദ്യോഗാർത്ഥികളെയും ഇനിയും ഇത്തരത്തിൽ പരീക്ഷകൾ എഴുതാനിരിക്കുന്നവരടക്കമുള്ളവരെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും ആസൂത്രണ ബോർഡിലേക്ക് നടന്ന PSC പരീക്ഷയിലെ മൂല്യനിർണ്ണയ തട്ടിപ്പിൽ പ്രഖ്യാപിച്ച അന്വേഷണത്തിലും പാളിച്ചയുണ്ടായിരിക്കുന്നു എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്നൊക്കെയാണ് അറിയിച്ചത്. പക്ഷേ അന്വേഷണ ചുമതല പരീക്ഷാ കൺട്രോളർക്കാണ്. വിഷയത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമോപദേശവും തേടിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.